ബി.ജെ.പിയുടെ ആ ഒരു ഇരട്ടത്താപ്പ് നയം തുറന്നു കാണിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഈ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ബംഗളൂരുവിലെ ശിവാജി നഗർ മെട്രോ സ്റ്റേഷൻ, അവിടെ വലിയ രീതിയിലുള്ള മെട്രോ വികസനം നടക്കുകയാണ്. ബംഗളൂരിൽ മാത്രം ഏതാണ്ട് 500 മെട്രോ സ്റ്റേഷനുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ശിവാജി നഗർ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് അത് പുനർനാമകരണം ചെയ്യുക. കാരണം അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ സെന്റ് മേരീസ് ബസലിക്ക, അവിടെ 250 വർഷം പഴക്കമുള്ളതാണ് ഈ സെന്റ് മേരീസ് ബസലിക്ക. അതിനടുത്തായിട്ടാണ് ഈ പറയുന്ന ശിവാജി നഗർ ബസ് ഡിപ്പോ ഉള്ളത്. അതിന് ഇടയിലായിട്ടാണ്, ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഇടയിലായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ ബസലിക്കയുടെ ഒരു പ്രാധാന്യം, ചരിത്ര പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അവിടുത്തെ ഈ ബസലിക്കയുടെ ഒരു വാർഷിക ആഘോഷം നടന്ന ദിവസമാണ്. അന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ഒരു തീരുമാനം അവിടുത്തെ MLA, കോൺഗ്രസിന്റെ MLA ആണ്, ശിവാജി നഗറിലെ MLA, കോൺഗ്രസിന്റെ റിസ്വാൻ അർഷാദ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി ഒരു ശുപാർശ ഉണ്ടെങ്കിൽ ഞാൻ ഈ ശുപാർശ കേന്ദ്രത്തിലേക്ക് അയക്കാം, ഇത്തരം ഒരു മാറ്റത്തിന് വേണ്ടി അയക്കാം, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റിസ്വാൻ അർഷാദ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറയുന്ന പോലെ താൻ ഒരു MLA എന്ന നിലയിൽ ഈ ഒരു ബസലിക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ആ ഒരു പരിപാടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം സിദ്ധരാമയ്യ സർക്കാർ നടത്തിയത്. അത് BJP ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് പോവുകയായിരുന്നു. അവരെ ചൂണ്ടിക്കാട്ടുന്നത് ഈ പറയുന്നത് പോലെ ഛത്രപതി ശിവജിയുടെ പേരിലുള്ള ഒരു നഗറാണ്, അവിടെ അദ്ദേഹത്തിന്റെ പേര് തന്നെ കൊടുക്കണം, അത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ പേര് മാറ്റുന്നത്. അതിലുപരി എന്ന് പറയുന്നത്, ഇവരുടെ വിഷയം എന്ന് പറയുന്നത് ആ സെന്റ് മേരി എന്ന് പറയുന്ന പേരാണ് അവരെ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടിക്കുന്നത്. ക്രൈസ്തവ ഒരു പേര് വരുന്നു എന്നുള്ളതാണ്, ആ ഒരു കന്യാമറിയത്തിന്റെ പേര് വരുന്നു എന്നുള്ളത് അവരെ തെല്ലുന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ BJPയുടെ തനി നിറം അത് തുറന്നു കാട്ടുകയാണ്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, കർണാടകയിലെ BJP മാത്രമല്ല, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഈ പറയുന്ന ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനമായ രംഗത്ത് വരുന്നു. ഫട്നാവിസ് പറയുന്നത് ജനങ്ങളിൽ ശത്രുത വളർത്താൻ ഇടയാക്കുമെന്നാണ് പറയുന്നത്. എന്ത് ശത്രുതയാണ് ഈ വളർത്തുന്നത് ഇത്തരത്തിൽ പേരുമാറ്റത്തിലൂടെ? ഈ BJP തന്നെയാണ് ഇത്തരത്തിലൊരു പേരുമാറ്റം വരുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതൊരു വലിയ വിവാദമാക്കി ജനങ്ങൾക്കിടയിൽ ഒരു ശത്രുത വളർത്തുന്നത് BJP തന്നെയാണ്. ഒരു പേര് മാറ്റുന്നതിന് മറ്റ് പ്രത്യേകിച്ച് ഒരു സംഭവവും ഇല്ല. ആ ശിവജിയുടെ പേര് അവിടെ വേറെ സ്റ്റേഷനുകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് ഈ പറയുന്ന റിസ്വാൻ അർഷാദ് പറഞ്ഞത് ഛത്രപതി ശിവജി സെന്റ് മേരി ഇത് മെട്രോ സ്റ്റേഷൻ എന്നുള്ള പേര് കൊടുക്കാമെന്നാണ് അദ്ദേഹം, രണ്ടുപേരും കൂടി ചേർത്തുകൊണ്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഈ സെന്റ് മേരി എന്ന് പറയുന്ന പേര് വരുന്നത് ഇവർക്ക് പിടിക്കുന്നില്ല. അതിന്റെ പേരിൽ ഇവർ തന്നെയാണ് ഈ പറഞ്ഞ ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന വിദ്വേഷവും ശത്രുതയും ഒക്കെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അവര് കോൺഗ്രസിനെ ഈ പേര് കൊടുക്കുന്നതിന്റെ പേരിൽ അവര് വിമർശിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് അവര് ദേശീയ തലത്തിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തോട് ഞങ്ങൾ അടുക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെയാണ് മറ്റു ചില സ്ഥലങ്ങളിൽ വളരെ നിസ്സാരമായ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം പോലുമില്ല. ഒരു മെട്രോ സ്റ്റേഷന്റെ പേരിൽ ഒരു പേര് കൊടുക്കുന്ന വിഷയം മാത്രമേ ഉള്ളൂ. അതിനകത്തൊക്കെ മതം തിരയുക, ഹിന്ദുക്കളുടെ പേര് മാത്രമേ പറ്റുള്ളൂ. അത് അവിടെ ഈ പറയുന്ന റിസ്വാൻ അർഷാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ മറ്റ് ഹിന്ദു മത നേതാക്കളുടെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്, പല സ്റ്റേഷനുകളും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? അതും മാറ്റിക്കളയാം, നമുക്ക് മാറ്റിക്കളയാമെന്ന് അവർ പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വിഷയം അതല്ല, ഹിന്ദുക്കളുടെ പേര് മാത്രമേ പറ്റുള്ളൂ, മറ്റുള്ള ഈ പറയുന്ന കന്യാമറിയത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം എന്തെങ്കിലും പേരുകളോ ഒന്നും തന്നെ, ഇസ്ലാം മതത്തിന്റെ പേരുകളോ ഒന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന BJPയുടെ ഒരു നയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ BJPയുടെ ഒരു ഇരട്ടത്താപ്പ്, അവരെങ്ങനെയാണ് ഈ ക്രൈസ്തവ സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നത് തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണിത്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ RSSന്റെ വാരികയായ കേസരിയില് ഒരു ലേഖനം വന്നിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഒരു സംസ്ഥാനത്തെ ഒരു നേതാവാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഈ മിഷണറിമാരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്, ഭാഷയിലും സംസ്കാരത്തിലും അധിനിവേശമുണ്ട്, വിഘടനപരമായ ചിന്തയെ വളർത്തി സായുധ ഭീകരവാദത്തിലേക്ക് ആളുകളെ മിഷണറിമാർ നയിക്കുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന RSSന്റെ
കേസരിയിൽ അവരുടെ മുഖപത്രമാണ്. അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ആണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ പറയുന്ന മിഷണറിമാരെയും ക്രൈസ്തവ സമൂഹത്തെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഭീകരവാദികളും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം വന്നിരിക്കുന്നു. അത് ഇവരുടെ ഒരു അടിസ്ഥാനപരമായ അവരുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു നയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാമല്ലോ, RSS എന്ന് പറയുന്നത് BJPയെ നയിക്കുന്നതും എല്ലാം ചെയ്യുന്ന RSSന്റെ ഐഡിയോളജിയാണ്. ആ RSSന്റെ ആശയ സംഹിതകളെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുക എന്നതാണ് BJP സർക്കാരിന്റെ പരമമായ കർത്തവ്യമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. RSSന് വേണ്ടിയാണ് ഈ പറയുന്നത് പോലെ BJP എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ RSSന്റെ അജണ്ടകൾ അത് നടപ്പിലാക്കുക എന്നതാണ് ഈ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രമാണെങ്കിലും ഈ പറയുന്നത് പോലെ CAA ആണെങ്കിലും എല്ലാം തന്നെ RSSന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി അവർ നടപ്പിലാക്കാതിരിക്കുന്ന ഇത് ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യമുണ്ട്. അപ്പോൾ തന്നെ ഹിന്ദുത്വ രാഷ്ട്രം അതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതിലേക്കൊക്കെ തന്നെ പോവുക. അതാണ് ഇപ്പോൾ ഈ പറയുന്ന 2045 വരെയൊക്കെ ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ പറയുന്നത്. അതിനോടകം തന്നെ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ്. ഒപ്പം തന്നെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം അവർ ഏറെക്കാലമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തവണ അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് 400 സീറ്റുകളുമായിട്ട് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് സാധിക്കുമായിരുന്നു. മോദി എഫക്റ്റിന്റെ പേരിൽ 400 സീറ്റിലേക്ക് ലോക്സഭയിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് ഈസിയായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രചരണം അത് തടയിട്ടു. അവരെ 240 സീറ്റുകളിലേക്ക് ഒതുക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഈ പറയുന്ന സംഘപരിവാറിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള നയങ്ങൾ. ഇത് തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളോട്, അത് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും എല്ലാവരോടും അവരുടെ നയമെന്ന് പറയുന്നത് അവരെയൊക്കെ തന്നെ വോട്ടിന് വേണ്ടിയിട്ട് പ്രീണിപ്പിക്കുക. കേരളത്തിലും അതിന്റെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, അവർക്ക് കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെക്കുക. കേരളത്തില് പ്രത്യേകിച്ച് ഈ പറയുന്ന BJPക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം. അത് മുസ്ലിങ്ങളുമായിട്ട് പെട്ടെന്ന് അവർക്ക് അടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യപടി എന്നുള്ള നിലയിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയും അവരുടെ നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അത് ക്രൈസ്തവ സമൂഹത്തിന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയിരിക്കുകയാണ്. അവിടെ കലാപം നടന്നിട്ട് 2 വർഷത്തിലധികമായിരിക്കും. ഇതുവരെ കമാന്ന് രക്ഷമില്ലാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം ഏതാണ്ട് അവിടുത്തെ വികസനവും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഏതാണ്ട് രക്ഷകനായിട്ട് അവതരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അവിടെ കലാപം കത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ആദ്യം പോയ വ്യക്തികളിൽ ഒരാളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോഴാണ് മോദിക്ക് പോകാനൊരു അവസരം, സമയം അനുവദിച്ച് കിട്ടുന്നത്. അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ്. അത്തരത്തിൽ കിട്ടുന്ന സമയങ്ങളിൽ ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ തന്നെ അപ്പീസ് ചെയ്യുക, അവരെ വോട്ട് ബാങ്കിനായിട്ട് മാത്രം കാണുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഈ കേസരിയിലെ ലേഖനമാണെങ്കിലും ഒപ്പം തന്നെ ഈ ബംഗളൂരുവിലെ സംഭവമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് തെളിയിക്കുന്നത്.